ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നു ശാന്തി സമാധാനം നിങ്ങൾക്ക് നൽകിയതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ന്യൂസ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ രാത്രി മുതൽ നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം വരെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് എന്താണ്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എന്ത് ചിന്തയിലൂടെയാണ് കടന്നു പോയത്? ഓക്കെ, പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ടെസ്റ്റ് റീഡിംഗ് ആണ്. എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ സമയം തൊട്ട് ഇത് റെസനേറ്റ് ആകുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ചിന്തിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ വന്നിരിക്കുന്ന നമ്പർ 7, 8, 9, 10, 1, 2, 12, 3, 6. ഇപ്പോൾ നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ നിന്നാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്, ആ നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇടയിലുണ്ടായ പ്രശ്നം അവർ ആലോചിക്കുന്നു. എന്ത് കാരണം കൊണ്ടാണ് നല്ല രീതിയിൽ പോയിരുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഉണ്ടായത് എന്ന് അവർ ചിന്തിക്കുന്നു. നിങ്ങളിലേക്ക് കടന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവർക്ക് കൊടുത്ത സ്നേഹത്തെ അവർ ഓർക്കുന്നുണ്ട്. ആദ്യമായി നിങ്ങൾ കണ്ടുമുട്ടിയ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും നിങ്ങളിലേക്ക് കടന്നു വന്നത്. അപ്പം ആ ഒരു സമയത്ത് നിങ്ങളോട് അവർ സ്നേഹം പങ്കുവെച്ച നിമിഷത്തെക്കുറിച്ചൊക്കെ അവർ ഓർക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റുകൾ, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ എല്ലാം അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം കൊണ്ടുവരുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിനൊരു അവസാനം ഉണ്ടാകുമോ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് എപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. ടെലിപ്പതി മെസ്സേജ് പോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളിൽ എപ്പോഴും നിങ്ങളുണ്ടാകുക, അതല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളെടുത്ത് നിങ്ങളെ അന്വേഷിക്കുക, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ അവർക്ക് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള വ്യക്തികളെ കാണുക, അതൊക്കെ അവരെ ഫീൽ ചെയ്യിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവരെ കുറിച്ച് ഒരുപാട് ഓർക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെപ്പോലെയുള്ള വ്യക്തികളെ കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കും ഇതേ ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇട്ടിരുന്ന അതേ ഷർട്ട് അല്ലെങ്കിൽ അതേ ചുരിദാർ, അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നും നിങ്ങളുടെ പേഴ്സൺ ആണ് എന്ന് തോന്നി നിങ്ങൾ പെട്ടെന്ന് ഒന്നും കൂടി ആ മറ്റൊരു വ്യക്തിയുടെ ഫേസിലേക്ക് ഒന്നും കൂടി നോക്കുക. അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിപ്പതി മെസ്സേജാണ്. നിങ്ങളുടെ പേഴ്സൺ എപ്പോഴാണോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ആ ചിന്തിക്കുന്ന സമയത്ത് അതേ രൂപത്തിലുള്ള ഒരു വ്യക്തിയായി നിങ്ങൾക്ക് മറ്റൊരാളിനെ തോന്നുക എന്നുള്ളതാണ്. ഓക്കെ, സോൾ എപ്പോഴും നിങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് വരുന്നതായി കാണുന്നു. നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്നതിനും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് ഇപ്പോൾ, ആരോടൊപ്പമാണ്, ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ചില സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ബ്ലോക്ക് ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾ വഴിയെങ്കിലും നിങ്ങളുടെ സ്റ്റാറ്റസ് ഫോട്ടോസോ അല്ലെങ്കിൽ ചിലപ്പം നിങ്ങൾ ഇടുന്ന സ്റ്റാറ്റസോ പ്രൊഫൈലോ മറ്റുള്ള ചില വ്യക്തികൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ പേഴ്സണ് സെൻഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള മെസ്സേജ് മറ്റ് ചില വ്യക്തികളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ എത്തുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വളരെ ദുഃഖമാണ്. നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങളെ ഓർത്ത് വളരെ ദുഃഖിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതിയാണ് അവർ ദുഃഖിക്കുന്നത്. കാരണം എന്താണ്, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൻ്റെ കുടുംബം, ഫാമിലി കാരണമായിരിക്കാം നിങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റു ചില കാര്യങ്ങൾ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം.
അത് നിങ്ങൾ അവരോടൊപ്പം ഏത് സമയത്തും അവർക്ക് കൂട്ടു നിന്നിട്ടുണ്ടായിരിക്കും. അവരുടെ ഏത് ഇഷ്ടങ്ങൾക്കും ഏത് ആഗ്രഹങ്ങൾക്കും നിങ്ങൾ അവർക്ക് വേണ്ടി കൂട്ടു നിന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അവരിൽ നിന്നും ഒരുപാട് അകന്നു പോയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ അവർക്കുണ്ടാകുന്നു. ഇപ്പോൾ അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവരുടെ കൂടെ അവരുടെ ഫാമിലി കാണും, എന്തിനും ഏതിനും ഫാമിലി കാണുമെന്ന് വിചാരിച്ച് അവർ ചിലപ്പോൾ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന തേർഡ് പാർട്ടി അവരുടെ കൂടെ കാണുമെന്ന് വിചാരിച്ച് നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്നുള്ള കാര്യം അവർ ഓർക്കുന്നു. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങൾ അവരെ താങ്ങി നിർത്തിയിരുന്നു എന്നുള്ള കാര്യത്തെ ഓർത്ത് അവർ വളരെ ദുഃഖത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെ വിഷമം അനുഭവപ്പെടുന്നുണ്ട്. ഭാരങ്ങൾ അനുഭവിച്ച സമയത്ത് അവരുടെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ അവർ അനുഭവിച്ചിരുന്ന ഭാരങ്ങൾക്ക് നിങ്ങൾ ആയിരുന്നു അവർക്ക് സപ്പോർട്ടായിട്ട് അവരുടെ കൂടെ നിന്നിരുന്നത്. ഓക്കെ, പക്ഷേ അവർ ഒരു തകർന്ന അവസ്ഥയിലായിരിക്കാം നിങ്ങളെ കണ്ടുമുട്ടിയത്. അവരുടെ ലൈഫിൽ ഏറ്റവും ട്രാജഡി നടന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളവരെ കൈപിടിച്ചായിരിക്കാം അവർ ഉയർത്തിയത്. ഒന്നും അനങ്ങാൻ പോലും വയ്യാതിരുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നത്. നിങ്ങൾ ആദ്യമായി കാണുന്ന സമയത്ത് അത്രത്തോളം മാനസിക ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോയിരുന്ന ഒരു വ്യക്തിയായിരിക്കും. ചിലപ്പോൾ നിങ്ങളായിരിക്കും അങ്ങനെ കടന്നു പോയത്. ആ ഒരു സമയത്ത് ആ ഭാരങ്ങളെല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ തന്നെ ആ ഭാരങ്ങൾ മുഴുവനും ചുമന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സണെ ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റിയ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം അവരുടെ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനുണ്ടായ കാര്യങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് അവർ സമയത്ത് ഓർക്കുന്നുണ്ട്. ട്രസ്റ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കാരണം ട്രസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ട്രസ്റ്റ് അല്ല, നിങ്ങൾക്ക് അവരോടുണ്ടായിരുന്ന ട്രസ്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ നിങ്ങളെ വിട്ടു പോകത്തില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആദ്യമായി നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങളെ വിട്ടുപോയിരുന്നാലും ഒരിക്കലും നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോകില്ല എന്ന് പേജ് ഓഫ് ഹാൻഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ വിജയത്തിന് പിന്നിലെ കാരണം പോലും നിങ്ങളായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസമായിരുന്നു ആ വിജയത്തിന് കാരണമെന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എങ്ങോട്ട് തിരിയണമെന്ന് പോലും അറിയാതെ അവർ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ തന്നെ തുടർന്ന് പോകുന്നു. മാനസികമായി ശാരീരികമായി തളർന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ കോള് മെസ്സേജ് അവർ ഇഗ്നോർ ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് തന്നെ ഒരുപാട് ഭാരങ്ങൾ ചുമക്കുന്നു, മുന്നോട്ട് പോകാൻ കഴിയാത്തവണ്ണം തളർന്ന് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാറുന്നതിന് വേണ്ടിയിട്ട് അവരൊരു പക്ഷേ ഇപ്പോൾ ഒരുപാട് ജോലിയിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നു. നിങ്ങളുടെ ഓർമ്മകൾ വീണ്ടും വീണ്ടും അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ടാകാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ഒരുപാട് ജോലി കാര്യങ്ങളിൽ, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു. ജോലി ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ അവരുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ, അവർ ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനിൽ അവർ കൂടുതലായി ശ്രദ്ധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ എനർജി പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇന്നത്തെ എനർജി എന്താണ്? പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. ഐസൊലേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ച് നിങ്ങൾ തളർന്ന എനർജിയിൽ കൂടി നിങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും ചില ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിച്ച് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്യുവാൻ, തളർന്നിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ചില ചങ്ങലകൾ പൊട്ടിക്കുന്നതായി കാണുന്നു. ഓക്കെ, ഈ ഒരു എനർജി ഈ അടുത്ത ദിവസത്തായിട്ട് വരുന്നു. അപ്പം അതേ ആൾക്കാർ തന്നെയാണ് വീണ്ടും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചില എനർജികൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇവിടെ വരുന്നു. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 3, 8, 3, 11, 2, 12, 3, 4, 7. ഓക്കെ, നിങ്ങൾക്ക് ഈ നമ്പർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള മന്തോ ആയിട്ട് നോക്കുക. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് എന്തുകൊണ്ടാണ് ഇവിടെ
ഐസൊലേഷനായിട്ട് പോയിരിക്കുന്നത്. മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരുപാട് തളർന്നിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കുന്നു. ഇനി അങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റില്ല. നിങ്ങൾക്കൊരു പ്രൊട്ടക്റ്റ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നു. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാം, തകർന്നിരുന്ന നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ഒരു പ്രകാശം വലയം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഈ വേൾഡിൻ്റെ കാർഡും വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വരുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബാലൻസ് വരുന്നു. ചില ചിന്തയിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ ഒരുപാട് തകർന്നിരുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കപ്പ് ഓഫ് എനർജിയാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഓഫർ കൊണ്ടുവരുന്നു. ഓക്കെ, നിങ്ങളടുത്ത് ചില കാര്യങ്ങൾ വിട്ടുപോകുന്നതിന് വേണ്ടി യൂണിവേഴ്സ് നിങ്ങൾക്ക് ശക്തി തരുന്നു. ഓക്കെ, ചില കാര്യങ്ങളെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇവിടെ കാണാം. ആ പ്രതിസന്ധികളെ നിങ്ങൾ ചാടിക്കടന്ന് പോകുന്നു. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അകന്നു പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ചില ഗൈഡൻസ് ലഭിക്കുന്നതായി കാണുന്നു. ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് ഹൈ പ്രീസ്റ്റസ് യൂണിവേഴ്സിൻ്റെ ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. കയ്യിലൊരു ടാരോട്ട് എന്ന് പറയുന്ന ബുക്കും ഉണ്ട്. അപ്പോൾ ഈ ടാരോ റീഡിങ്ങുകൾ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പിരിച്വൽ ജേണി വഴിയോ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടുകയും നിങ്ങൾക്ക് ശക്തിയോടുകൂടി, കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നു. ഓക്കെ, നിങ്ങളുടെ പാഷൻ എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം എന്താണോ അതിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ചിലത് പിറകിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജി. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എത്ര പേർക്ക് റെസനേറ്റ് ആകുന്നു എന്നറിയത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, ഇല്ലാത്തവർ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ എനർജിക്കായി. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ ചില കോൺഫ്ലിക്റ്റുകളിൽ കൂടി കടന്നു പോകുകയാണ്. ഓക്കെ, അതിനൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും, സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ, ജോലി എങ്ങനെ, അല്ലെങ്കിൽ വീട്ടിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് കോൺഫ്ലിക്റ്റ് മൈൻഡിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരും. നിങ്ങളുടെ ഈ ഓവർ തിങ്കിങ് ഒരിക്കലും നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. നിങ്ങളെ സ്റ്റക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഓവർ തിങ്കിങ് അവസാനിപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വന്നു ചേരും. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണ്. ആ സ്റ്റക്ക് സിറ്റുവേഷൻ മാറണമെങ്കിൽ നിങ്ങളുടെ ചിന്തയെ നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ സ്ലോ ഡൗൺ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ പഴയതുപോലെയല്ല, വളരെ എടുത്തുചാട്ടങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്കും നിങ്ങളൊരു വ്യത്യാസം കൊണ്ടുവന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. മറ്റത് അങ്ങനെയല്ല. നിങ്ങളുടെ പേഴ്സൺ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വെപ്രാളങ്ങൾ കയറുകയും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എപ്പോഴും കോൺഫ്ലിക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അവരോട് പോയി വഴക്കുണ്ടാക്കുന്നതായിട്ടുള്ള ഒരു എനർജി ആയിരുന്നു. അവരെ കണ്ടില്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു എനർജി ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തവും അല്ലെങ്കിൽ മെച്യൂർ ആയിട്ടുള്ള ഒരു മനസ്സുമായിട്ട് നിങ്ങൾ മാറിയിരിക്കുന്നു. വളരെ പതുക്കെ നിങ്ങളുടെ മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഏത് സാഹചര്യത്തിലും വളരെ പതുക്കെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശീലിച്ചിരിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, ഇവിടെ എല്ലാ സോഡിയാക് സൈനും വന്നു കഴിഞ്ഞു. 12 സോഡിയാക് സൈനും 9 പ്ലാനറ്റും ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്, മേടം, ചിങ്ങം, ധനു, മിഥുനം, തുലാം, കുംഭം, ഇടവം, കന്നി, മകരം, കർക്കിടകം, വൃശ്ചികം, മീന. ഓക്കെ, നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. വളരെ ശക്തിയോടുകൂടി നിങ്ങൾ ചില കാര്യങ്ങളെ കടന്നു പോകുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. വളരെ ശക്തി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു.
ഓക്കെ, നിങ്ങൾ പോകുന്നത് ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്കാണ് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ആ വിജയം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. സാമ്പത്തികപരമായി നിങ്ങൾ മുന്നേറാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സാമ്പത്തികം വേണം, സ്വന്തം കാലിൽ നിൽക്കാൻ. ജീവിതത്തിൽ നിങ്ങളൊരു വാശിയായിട്ട് നിങ്ങൾ എടുത്തിരിക്കുന്നു. നിങ്ങളെ തകർത്ത് മാറ്റിയിട്ടിരുന്ന സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളൊരു വാശി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ കോൺഫ്ലിക്റ്റ് ചെയ്തിരുന്നത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയം നേടാൻ, നിങ്ങൾക്ക് മജീഷ്യനാകണം, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങൾക്ക് മുന്നേറുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുവാൻ, നിങ്ങളുടെ ജീവിതത്തെ കെട്ടി ഉയർത്തുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളിപ്പോൾ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളിൽ ചില ബന്ധനങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചിരുന്നു. ഓക്കെ, എനിക്ക് പറ്റില്ല, എനിക്ക് ആ ചിന്തയില്ലാണ്ട് പറ്റില്ല, ആ വ്യക്തി ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല, അവരുടെ കോൾ മെസ്സേജ് ഇല്ലാണ്ട് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല എന്ന് നിങ്ങൾ തന്നെ കെട്ടിയിട്ടിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ നിങ്ങളിരുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ആ ബന്ധനങ്ങളെല്ലാം നിങ്ങൾ പൊട്ടിക്കുകയാണ്. ഇങ്ങനെ സ്റ്റക്കായിട്ട് നിങ്ങളിവിടെ കെട്ടി തൂങ്ങി നിന്നിരുന്നതായിട്ടുള്ള ഒരു എനർജി ഉണ്ടായിരുന്നു. ആ എനർജിയെ നിങ്ങളിവിടെ പൊട്ടിച്ചുകൊണ്ട് നിങ്ങൾ ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരു ആത്മബലം ലഭിച്ചിരിക്കുന്നു. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് മുന്നേറണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തിയായി മാറിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ പഴയ കാര്യങ്ങൾ, 5 ഓഫ് കപ്പിൻ്റെ കാര്യങ്ങൾ, നിങ്ങൾക്ക് നഷ്ടമായി പോയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ നെഗറ്റീവ് അടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ആ ഒരു ഡ്രസ്സ് തന്നെ ബ്ലാക്ക് കളറാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഓർത്ത് നിങ്ങൾ കുറേ നാളായിട്ട് നെഗറ്റീവ് വ്യക്തിയായിട്ട് നിങ്ങളുടെ ചിന്തകൾ മുഴുവനും നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കും, നിങ്ങളൊരു നല്ലൊരു ചിന്തകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ശുദ്ധീകരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ നെഗറ്റീവ് തോട്ടുകളെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ ഗ്രോത്തിനെ കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ലൈഫിലെ സക്സസ്സിനെ കുറിച്ച് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, അടുത്ത വന്നിരിക്കുന്നത് പൊളിറ്റിക്സ് ആണ്. ഇവിടെ നിങ്ങൾ ചില വ്യക്തികളുടെ യഥാർത്ഥ രൂപങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവിടെ 2 ഫേസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഫ്രണ്ടിലൊരു പാമ്പിനെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, പാമ്പാണ് ഈ ഒരു ചിരിക്കുന്ന മുഖം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പം പാമ്പെന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിലെ കഥയാണ് നമുക്കിവിടെ സൂചിപ്പിക്കാൻ പറ്റുന്നത്. ഒരു ചതിയുടെ ഫേസാണ്. അപ്പോൾ വിശ്വാസം കാണിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് പറയത്തില്ലേ, നീ ഈ ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കണ്ണ് തുറക്കും എന്ന് പറഞ്ഞ് അവരെ ചതിക്കുകയാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായ ഒരു വ്യക്തി വന്ന് നിങ്ങളുടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അവർ പിടിച്ചിരിക്കുന്ന ഫേസ് എന്ന് പറയുന്നത് വളരെ ചിരിക്കുന്നതും മനോഹരമായിട്ടുള്ള ഒരു ഫേസാണ് ഇത് പിടിച്ചിരിക്കുന്നത്. എന്നാൽ അവരുടെ യഥാർത്ഥ ഫേസ് പിറകിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആ ഒരു സമയത്ത് അറിയുന്നില്ല. നിങ്ങൾ വിചാരിച്ചു വന്നിരിക്കുന്ന വ്യക്തിയെ എനിക്ക് വിശ്വസിക്കാൻ കഴിയും എന്ന് വിചാരിച്ചു നിങ്ങൾ ചില വ്യക്തികളെ വിശ്വസിച്ചിരുന്നു. അത് ഒരുപക്ഷെ നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ ആയിരിക്കാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ അവർ സമയമെത്തിയപ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ഫേസ് നിങ്ങളെ കാണിച്ചതായി കാണുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ചീറ്റിങ് ആരാണ് നിങ്ങളെ ചതിച്ചതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത് ചില കാര്യങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും കടന്നു പോകുവാനാണ്. ഇതിൽ നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾ പോലും അറിയാതെ ചിലത് തിരിഞ്ഞു നോക്കിയാണ് ഓടുന്നത്. അപ്പം നിങ്ങൾ പോലും അറിയാതെ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു മുഖത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ വന്ന് പൊളിറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ കളിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില വ്യക്തികൾ. അത് നിങ്ങളുടെ സുഹൃത്താകാം, പാർട്ട്ണറാകാം, ഓക്കെ, ആരുമാകാം. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളെ ആരാണ് ചതിച്ചതെന്ന്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ
നിങ്ങൾക്ക് വളരെ സ്ട്രെങ്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഇത് പൊളിറ്റിക്സ് ആണ് ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജീവിതത്തിൽ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു വ്യക്തി ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം ശക്തിയോടുകൂടി നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വന്നില്ലായിരുന്നു എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യം സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ഇപ്പോഴും അവരെ വിശ്വസിച്ച് അവരെ ഫോളോ ചെയ്ത് പോയേനെ. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചത് നന്നായി എന്ന് നിങ്ങൾ ചിലരെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുന്നു. ഓക്കെ, അന്ന് അത് സംഭവിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായത് നന്നായി, ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ചീറ്റിങ്ങിൽ ആയി പെട്ടുകൊണ്ട് അവരെ വിശ്വസിച്ച് ഈ ചീറ്റിങ്ങിൽ ഞാൻ ഇരയായിക്കൊണ്ട് ഇരുന്നേനെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൽ വരുന്നതായിട്ടുള്ള ഉടൻ തന്നെ എൻ്റെ വ്യൂസിൽ വരുന്ന മാറ്റം എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ലൈഫിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹം എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൽ വരുന്ന അനുഗ്രഹം ഉടൻ തന്നെ. നിങ്ങൾ ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഓക്കെ, പിക്ചർ നോക്കണ്ട, നിങ്ങൾ നമ്പർ നോക്കിയാൽ മതി. ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഓക്കെ, നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ വരാൻ പോകുന്ന കാര്യമാണ്. ഓക്കെ, നല്ല രീതിയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നോക്കിയാലും മതി. ഓക്കെ, ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ട്രാവലിംഗ് ആണ്. നിങ്ങൾക്കൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഉടൻ തന്നെ വരാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഗോള് സെറ്റ് ചെയ്ത് നിങ്ങൾ പോകുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ കാത്തിരുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ തീരുമാനിക്കുന്നു. ഗ്രോത്തിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ വരുന്നത് ഒരു വിജയമാണ്. ഓക്കെ, രണ്ടാമത്തെ എനർജി വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങൾ പുറത്താക്കിയിരുന്ന ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോകുവാൻ തീരുമാനിക്കുന്നു. ഓക്കെ, 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില വ്യക്തികൾ നിങ്ങളെ പുറത്താക്കി, അവരുടെ മനസ്സിൽ നിന്നും പുറത്താക്കി താഴോട്ട് പൂട്ടിയിരിക്കുന്ന ഒരു എനർജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മറ്റുള്ളവരുടെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് അല്ലെങ്കിൽ അവരോടൊപ്പം നിന്ന് അവരെ സഹായിച്ച് നിന്ന ചില വ്യക്തിയുടെ മനസ്സിൽ നിന്നും നിങ്ങൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മോൺ ചെയ്യുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. കുറേ നാളായി അവിടെ കാത്ത് നിന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് തളർന്ന ഒരു എനർജി ആണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ വിട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് ശാന്തിയും സമാധാനവുമുള്ളൊരു സ്ഥലത്തേക്ക് പോകുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക്, മൂന്നാമത്തെ കാർഡുകാർക്ക് ആണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കള്ളത്തരം കാണിച്ചിരുന്ന, അപ്പുറം നേരത്തെ വന്നതുപോലെ തന്നെ ചില കള്ളത്തരങ്ങൾ കാണിച്ചിരുന്ന വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയുന്നു. ഓക്കെ, ആ ഒരു തിരിച്ചറിവിലൂടെ ചില കാര്യങ്ങളെ നിങ്ങൾ അവസാനിപ്പിച്ച് മറ്റൊന്ന് തുടങ്ങുന്നതിന് നിങ്ങൾ തയ്യാറാകുന്നു. ചില വ്യക്തികളുടെ ശരിയായ ഫേസ് നിങ്ങൾ തിരിച്ചറിയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ തളർന്നിരുന്ന ആ ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ അറിയുന്നതോടുകൂടി, എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ല, പിറകിൽ നിന്നാണ് യഥാർത്ഥ ഇമേജ് എന്ന് പറയുന്നത്, പിറകിലാണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇലൂഷനാണ് നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത്. തിയേറ്ററിൽ ആ വൈറ്റ് ഇതിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലൂഷനാണ്. യഥാർത്ഥ സംഭവം പുറകിലാണ് ഉള്ളത്. പക്ഷേ അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥമായിട്ടുള്ള ചില കാര്യങ്ങൾ ചില വ്യക്തികളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഇന്ന് നിങ്ങൾ യഥാർത്ഥമായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇത്രയും നാൾ അവരെ വിശ്വസിച്ച് അവർക്ക് വേണ്ടി തളർന്നിരുന്ന് കരഞ്ഞിരുന്ന സംഭവങ്ങളിൽ നിന്നും പുറത്തിറങ്ങി നിങ്ങൾ ചില കാര്യങ്ങൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മാനസിക ധൈര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ചില മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ വരുന്ന കാര്യങ്ങൾ. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണെന്ന്. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്, തേർഡ്. ഓക്കെ, 3 കാർഡ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നിങ്ങളൊന്ന് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നൽകുന്ന മെസ്സേജ്: നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് ഒരുപാട് ഗിൽറ്റ്, നാണക്കേട് തോന്നുന്ന ഒരവസ്ഥ, ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം അവർ ചെയ്തു വെച്ചത് എന്താണ് എന്ന് അവർക്ക് മനസ്സിലായി.
ഓക്കെ, നിങ്ങളെ അവർ കുറ്റം വിധിച്ച് അല്ലെങ്കിൽ അവർ പെർഫെക്റ്റ് ആയിട്ട് അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ചെയ്തത് വളരെ തെറ്റായ കാര്യമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് ഇപ്പോൾ തിരിച്ചു വരുന്നത് അവർക്കൊരു കംഫർട്ടായിട്ട് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ചെയ്യാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ചതിച്ചാണ് പോയത്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് മറ്റൊന്ന്, പക്ഷെ അവർ ചെയ്തത് മറ്റൊന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഇപ്പോൾ തിരിച്ചു വരാനും അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ഫേസ് ചെയ്യുവാനും ഉള്ള ഒരു മാനസിക അവസ്ഥയിലല്ല നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, അവർക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു കംഫർട്ടായിട്ടുള്ള ഒരു ഫീല് അല്ല തോന്നുന്നതെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു മാറ്റം, ആദ്യമേ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കിയപ്പോഴത്തേക്ക് വന്ന അതേ ടവറിൻ്റെ എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ഫാമിലി ആയിരിക്കാം, അതല്ലെങ്കിൽ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം. അപ്പോൾ സുഹൃത്തുക്കൾ കാരണം നിങ്ങളെ അവർ വിട്ടയച്ചിട്ടുണ്ട്. ആ വിട്ടയച്ചത് ഒരിക്കലും അവരുടെ സന്തോഷത്തിലല്ല, നിങ്ങളെ വേണ്ട എന്ന് വിചാരിച്ച് അവർ പൂർണ്ണമായി കളഞ്ഞതല്ല. അവരുടെ മനസ്സിൽ വളരെ വേദന ഉണ്ടായിരുന്നു നിങ്ങളെ വിട്ട് കളയുന്നതിൽ. പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുന്നു അന്ന് ചെയ്ത കാര്യം തെറ്റായിപ്പോയി, അതിനൊരു മാറ്റം വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെ വിട്ട് കളഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം. അപ്പോൾ റീയൂണിയന് വേണ്ടിയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിപ്പം കുറേ നാളായിട്ട് നിങ്ങളെ വിട്ട് ഉപേക്ഷിച്ച് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ അതിലൊരു മാറ്റം വരണമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതവർ മനഃപൂർവ്വം ചെയ്തതല്ല, മറ്റു ചില വ്യക്തികളുടെ പ്രേരണയാൽ ചെയ്തതാണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഓർമ്മയിലാണ് ജീവിക്കുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരോട് ചെയ്ത ഒരു നന്മകളും അവർ മറന്നിട്ടില്ല, നിങ്ങൾ കൊടുത്ത സ്നേഹങ്ങളൊന്നും അവർ വിട്ട് കളഞ്ഞിട്ടില്ല എന്ന് നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർക്കറിയാം അവരുടെ ഭാഗത്തുള്ള തെറ്റാണ് ഈ റിലേഷൻഷിപ്പ് നശിക്കാനുണ്ടായ കാരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയാം ഞാനാണ് തെറ്റുകാർ, ഞാൻ കാരണമാണ് ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നതെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ റിവൈൻഡ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആലോചിച്ചിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് മനസ്സുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമുണ്ടാക്കിയത് ഞാൻ തന്നെയാണ്, ഈ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാനുണ്ടായ കാരണം ഞാൻ തന്നെയാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം സാധ്യമാകുമോ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ് മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള കാര്യം സാധ്യമാകുമോ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വ്യൂവേഴ്സ് മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം സാധ്യമാകുമോ. ഓക്കെ, 3 കാർഡ്സ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് സാധ്യമാകുമോ. ഫസ്റ്റ് കാർഡ്, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം ഒരു സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ജഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ ജസ്റ്റിസ് ലഭിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ജഗിൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നീതി ലഭിക്കും. എന്ത് തീരുമാനമെടുക്കണമെന്ന് വയ്യാതെ നിൽക്കുന്ന വ്യക്തിക്ക് എന്തായാലും തീരുമാനമെടുക്കുവാനുള്ള ഒരു എനർജി കാണുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നു എങ്കിൽ ആ ഒരു സ്റ്റക്നെസ്സിൽ നിങ്ങൾക്കൊരു മാറ്റം വരണമെങ്കിൽ നിങ്ങളുടെ തോട്ടിൽ നിങ്ങൾ ചേഞ്ച് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 9 ഓഫ് കപ്പിൻ്റെ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, എങ്കിൽ മാത്രമേ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന കപ്പിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളിവിടെ ഇങ്ങനെ നിന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയെങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇവിടെ ലവേഴ്സിൻ്റെ കാർഡാണ് വന്നിരുന്നത്. ഈ ഒരു കാർഡ് സെലക്ട് ചെയ്തത് പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ജോലി അല്ലെങ്കിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഇവിടെ ഏഞ്ചൽ ഉണ്ട്. നിങ്ങളുടെ
നിങ്ങളുടെ ജീവിതത്തിൽ സണ്ണ് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എങ്കിൽ, എന്ത് സിറ്റുവേഷനാണോ നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത്, വെറുതെ ഇരിക്കുന്നതല്ല, നമ്മൾ അതിനു വേണ്ടി ഒരു സ്റ്റെപ്പെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ പറ്റിയാൽ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഒത്താണ് ഇപ്പോൾ നീന്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും കാരണം നിങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് ഓരോ ദിവസവും നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, നിങ്ങൾ ആ ഒഴുക്കിനെതിരെ ആ ഒഴുക്ക് പോയി ചെന്ന് ചേരുന്നത് വലിയൊരു ഗർത്തങ്ങളിലേക്കും അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കാൻ ത്രാണിയുള്ള മറ്റ് ചില വലിയ മഹാസമുദ്രങ്ങളിലേക്കുമാണ് നിങ്ങൾ ചെന്ന് ചേരുന്നതെങ്കിൽ, നിങ്ങൾ അവിടെ നിന്നും ഒഴുക്കിനെതിരെ നീന്തുക. എത്രയും ശക്തിയും മനോബലവും എടുത്തുകൊണ്ട് നിങ്ങൾ ഒഴുക്കിനെതിരെ നീന്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനമെടുക്കുക. ഞാൻ ഒരിക്കലും ഈ നെഗറ്റീവ് ചിന്തയ്ക്ക് എതിരായിട്ട് ഞാൻ നീന്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ലക്ഷ്യം കാണുമെന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിത വിജയം ലഭിക്കുന്നതാണ്. ഗോഡ് ബ്ലസ് യു. എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന റീഡിങ്ങിൻ്റെ പോസിറ്റീവ് എനർജി എല്ലാവരിലേക്കും വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.